ഒരു അനൗൺസ്മെന്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ LSS എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇന്നലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, LSS എക്സാമിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം അല്ലേ. എന്തൊക്കെയാണ് ഫസ്റ്റ് തന്നെ നമുക്ക് അറിയാനുള്ളത് എന്നാണ് നമ്മുടെ എക്സാം നടക്കുന്നത് എന്നുള്ള കാര്യം. എന്നാണ് നമ്മുടെ എക്സാം നടക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം നോക്കി നോക്കാം. യെസ് റൈറ്റ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 27-ാം തീയതി ഫെബ്രുവരി 27-ാം തീയതി 2025 വ്യാഴാഴ്ചയാണ് നമ്മൾ എക്സാം വരുന്നത്. ആൻഡ് എക്സാമിന് നമുക്ക് 2 പേപ്പർ ആയിട്ട് വരിക. പേപ്പർ 1 പേപ്പർ 2 എന്നുള്ള രൂപത്തിലാണ്. സോ എങ്ങനെയാണ് പേപ്പർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു. അപ്പം ആദ്യത്തെ പേപ്പർ നടക്കുന്നത് രാവിലെയാണ്, രണ്ടാമത്തെ പേപ്പർ നടക്കുന്നത് ഉച്ചയ്ക്കാണ്. അതും ഓരോ പേപ്പറുകളും 1.5 മണിക്കൂർ വെച്ചിട്ടാണ് എന്ത് എക്സാം നടക്കുക. രാവിലെ 10:15 മുതൽ 12 മണി വരെയാണ് നമ്മൾ ഫസ്റ്റ് പേപ്പർ 1 വരിക. ആൻഡ് പേപ്പർ 2 എപ്പോഴാണ് 1:15 മുതൽ 3 മണി വരെയാണ്. അതിൽ ആദ്യത്തെ 15 മിനിറ്റ് 2 എക്സാമിന്റെയും ആദ്യത്തെ 15 മിനിറ്റ് പറയുന്നത് കൂൾ ഓഫ് ടൈം ആണ്, നോക്കാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. റൈറ്റ്, നമുക്ക് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആർക്കൊക്കെ എഴുതാൻ പറ്റും. നമ്മൾ LSS നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഗവൺമെന്റ് അതേപോലെ തന്നെ എയ്ഡഡ് സ്കൂളിലൊക്കെ പഠിക്കുന്ന ഗവൺമെന്റിന്റെ അണ്ടറിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും എഴുതാൻ പറ്റുക. എല്ലാവർക്കും എഴുതാൻ പറ്റൂല. അപ്പൊ CBSE സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എഴുതാൻ പറ്റൂല. ഗവൺമെന്റ് സ്കൂളിൽ അല്ലെങ്കിൽ അഫിലിയേറ്റഡ് സ്കൂളുകൾ ആണെങ്കിൽ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ LSS എക്സാം ഉള്ളത്. ആൻഡ് എക്സാമിന് എഴുതാൻ നമ്മളെ 4ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണ് എഴുതാൻ പറ്റുക. പറ്റുമോ? ഇല്ല. യെസ്. അപ്പൊ അതിനുള്ള ഒരു ക്രൈറ്റീരിയ എന്താണ് സർ? അതിനുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങൾക്കും, അതായത് നമ്മളെ ക്രിസ്മസ് എക്സാം ഇനി വരാൻ പോകുന്ന എക്സാമിന് എല്ലാ വിഷയത്തിനും നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിന് എല്ലാത്തിലും A ഗ്രേഡ് വേണം. A ഗ്രേഡ് ഉണ്ടെങ്കിലാണ് ഏതൊക്കെ സബ്ജക്റ്റിലാണ്? മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, പരിസര പഠനം. അതായത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് EVS ഇതിലെല്ലാത്തിലും എന്ത് വേണോ അവർക്ക് A ഗ്രേഡ് വേണം. ഇനി A ഗ്രേഡ് ഉള്ളവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക. ഇനി A ഗ്രേഡ് ഇല്ലെങ്കിൽ എന്താ, ഒരു സബ്ജക്റ്റിൽ നമുക്ക് B ഗ്രേഡ് ആയി പോയി. അങ്ങനെയുള്ള ചില കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഇത് എഴുതാൻ പറ്റും. എങ്ങനെ? അവര് നമ്മളെ ഉപജില്ല അല്ലെ, കലാ കായിക പ്രവൃത്തി പരിചയ ഗണിത സോഷ്യൽ സയൻസ് മേളകളിൽ ഏതെങ്കിലും ഒന്നില് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ സോ സയൻസ് ഫെയർ, മാത്സ് ഫെയർ, നമ്മൾ ആർട്സ്, സ്പോർട്സ് ഏതെങ്കിലുമൊക്കെ ഉപജില്ലയിൽ A ഗ്രേഡ് കിട്ടിയാലും അല്ലെങ്കിൽ 1ാം സ്ഥാനവും കിട്ടണം. 1ാം സ്ഥാനം കിട്ടില്ലേ? A ഗ്രേഡ് കിട്ടണം, പിന്നെ എല്ലാവർക്കും 1ാം സ്ഥാനം അല്ലേ. യെസ്. സോ അത് നമുക്ക് ആർക്കാണുള്ളത്? ഇപ്പൊ ഫുൾ വിഷയങ്ങൾ നമുക്ക് A+ കിട്ടണം, A ഗ്രേഡ് കിട്ടണം. ഇനി ഏതെങ്കിലും ഒന്നിൽ B ഗ്രേഡ് ആണെങ്കിൽ ഈ കുട്ടികൾക്ക് എന്ത് എഴുതാൻ പറ്റും? അവർക്ക് ഈ പറഞ്ഞ പ്രവൃത്തി പരിചയ മേളകളിലൊക്കെ A ഗ്രേഡോ അല്ലെങ്കിൽ 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് എന്താണ് ചെയ്യാൻ പറ്റും. അവർക്ക് ചെയ്യാൻ പറ്റും. ഇതിന് ഫീസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇതിനെ അപ്ലൈ ചെയ്യേ അല്ലെങ്കിൽ ഫീ കൊടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ സ്കൂളിൽ നിന്നാണ് ചെയ്യുന്നത്. ഇതൊക്കെ അർഹതയുള്ള കുട്ടികളെ ഓരോ സ്കൂളിൽ നിന്നും തെരഞ്ഞെടുത്തിട്ട് അവരെന്ത് ചെയ്യും, അവരെന്നെ രജിസ്റ്റർ ചെയ്യാണ് ചെയ്യാം. സോ നമ്മളിപ്പോ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് LSSന്റെ നോട്ടിഫിക്കേഷൻ അറിയിക്കാനാണ്. ഡേറ്റ് എന്നാണ് 27 മറക്കരുത്. ഫെബ്രുവരി 27 അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അല്ലെ. പരീക്ഷയുടെ ഘടന എങ്ങനെയാണെന്നാണ് നമുക്ക് നമ്മൾ പറഞ്ഞു. 2 പേപ്പർ ഉണ്ട്, പേപ്പർ 1ഉം പേപ്പർ 2. രാവിലെ പേപ്പർ 1 ഉണ്ടാവും, ഉച്ചക്ക് നമുക്ക് പേപ്പർ 2 എക്സാം ഉണ്ടാവും. 1.5 മണിക്കൂറാണുള്ളത്. പേപ്പർ 1ൽ ഏതൊക്കെ സബ്ജക്ട്സാ വരുന്നത്? പേപ്പർ 1ൽ A-B-C എന്ന് പറഞ്ഞ 3 പാർട്ടുകളുണ്ട്. A പാർട്ടിൽ വരുന്നത് 1ാം ഭാഷ, അതായത് മലയാളമാവാം, കന്നഡ ആവാം, അല്ലെങ്കിൽ തമിഴാവാം. നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും മലയാളമായിരിക്കും, പക്ഷെ കന്നഡ ആൾക്കാരുണ്ടാവും. ആ ഒരു ജില്ലകളിലൊക്കെ ഉള്ള ആൾക്കാർക്ക് കന്നഡ ഉണ്ടാവും, പാലക്കാട് ഉള്ളവർക്ക് ചിലപ്പോൾ തമിഴുണ്ടാവും. അപ്പൊ അവർക്കാണ് എന്ത് ആദ്യത്തെ പാർട്ട് Aയില് മലയാളം, കന്നഡ, തമിഴ് ആയിട്ടായിരിക്കും. അതിനാണ് 20 സ്കോർ വരുന്നത്. ടോട്ടൽ 40 മാർക്കാണ് നമ്മൾ 2 പേപ്പറിനായിട്ട് വരുന്നത്. ഓക്കെ, പേപ്പർ 1ന് 40 മാർക്ക്, പേപ്പർ 2ന് 40 മാർക്കാണ്. ഈ 40 മാർക്കിൽ 20 മാർക്ക് എന്താണ് ഈ ഒരു നമ്മളെ മലയാള ഭാഷ. ഇനി രണ്ടാമത് വരുന്നതാണ് എന്ത് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ 10 മാർക്കാണ് അല്ലെങ്കിൽ 10 സ്കോറിനാണ് എന്ത് ഇംഗ്ലീഷ്, അതായത് പാർട്ട് B, അതായത് പേപ്പർ 1ന്റെ പാർട്ട് B വരുന്നത്. ഇനി പാർട്ട് Cയിൽ വരുന്നത് പൊതുവിജ്ഞാനം, അതായത് GK ആണെന്ത് വരുന്നത്, ജനറൽ നോളജ് ആണ് വരുന്നത്. അതിലും 10 മാർക്ക് അല്ലെങ്കിൽ 10 സ്കോറാണ് വരുന്നത്. അങ്ങനെ ആകെ 40 മാർക്കിനാണ് എന്ത് പേപ്പർ 1 വരുന്നത്. അപ്പൊ പേപ്പർ 1ന്റെ കാര്യമായി. പേപ്പർ 1 ഇനി പേപ്പർ 2 എന്തൊക്കെയാണ്? പേപ്പർ 2 നമുക്ക് ആകെ 2 ടോപ്പിക്സ് ഉള്ളത്. ഒന്ന് ഗണിതം, നമ്മളെ മാത്തമാറ്റിക്സ്, ഒന്ന് പരിസര പഠനം. നമ്മൾ EVS അല്ലെ, അതിന് രണ്ടിനും 20 വെച്ച് മാർക്ക് ഉണ്ടാവും. ടോട്ടൽ 40. മാത്സും അതേപോലെ തന്നെ EVS ആണ്, മാത്സിന് 20ഉം അതേപോലെ തന്നെ EVS-ന് 20. അങ്ങനെ ടോട്ടൽ 40 മാർക്കിനാണ് എന്ത് എക്സാം വരാം. നമുക്ക് ഇനി എക്സാമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ടുള്ള
നമുക്ക് വീഡിയോകൾ നമുക്ക് ഇനി 70+ ദിവസങ്ങളുണ്ട്. സോ ഇപ്പൊ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച്, അതായത് LSS കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ് ആൻഡ് വൈന്റെ ഭാഗത്ത് നമ്മൾ എന്താണ് ഈ കുട്ടികൾക്ക് കൊടുക്കുക? എക്സ് ആൻഡ് വൈന്റെ ഭാഗത്ത് നിന്ന് നമ്മളൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഓരോ ദിവസവും നമുക്ക് യൂട്യൂബ് വഴി ഫ്രീ ആയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ട്. ആ പ്ലാനിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഈസിലി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇതില് നമ്മളെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പരീക്ഷയുടെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എല്ലാ കാര്യങ്ങളും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വഴി നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് വീഡിയോകൾ ഉണ്ടാവും, കൃത്യമായിട്ട് ലൈവുകൾ ഉണ്ടാവും, അതിന്റെയൊക്കെ അപ്ഡേറ്റ്സ് എങ്ങനെയാണ് ഷെഡ്യൂൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. സോ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും താല്പര്യമുള്ള ഒരു കാര്യമുണ്ട്, മെന്റി കൂടി നമ്മൾ അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു ചാനൽ വഴിയായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മളെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ആരും മറക്കണ്ട. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. സോ ഇനി പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ മാർക്കിന്റെ കാര്യങ്ങളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു വീഡിയോ എന്തായാലും നമുക്ക് ചെയ്യാം. ഇനി ഡേറ്റും കാര്യങ്ങൾ, അതായത് അപേക്ഷിക്കേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. അതെങ്ങനെയാണ് മാർക്കിന്റെ ഒന്ന് ജസ്റ്റ് നോക്കാം അല്ലേ? ഫലപ്രഖ്യാപന അല്ലെങ്കിൽ പരീക്ഷയുടെ നിർദ്ദേശങ്ങൾക്ക് മുന്നേ, അതായത് എങ്ങനെയാണ് മാർക്ക് വരുന്നത് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അതായത് 40 മാർക്കില് 20 മാർക്ക് എന്ത് വരുന്നുണ്ട്, നമ്മളെ പാർട്ട് 1 നമ്മളെ ഏതാണോ ലാംഗ്വേജ്, മലയാളം മലയാളം, കന്നഡ അല്ലെങ്കിൽ തമിഴ്, അതിന് 20 മാർക്ക്. ഇതിൽ 10 മാർക്ക് നമ്മൾ ഇംഗ്ലീഷിന് 10 മാർക്ക്, പിന്നെ പാർട്ട് സിയിലെ ജനറൽ നോളജിന് 10 മാർക്ക്. അതിൽ വരുന്ന ജനറൽ നോളജിന് ഫുള്ളും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് വരിക. നമ്മളെ ഇംഗ്ലീഷിന് വരുന്നത് 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ മലയാളത്തിൽ എന്ത് വരും, 5 മാർക്കിന് 2 ക്വസ്റ്റ്യനും 10 മാർക്കിന്റെ 1 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ പേപ്പറിൽ അങ്ങനെ ചോദ്യങ്ങൾ അവിടെ 24 എണ്ണം വരും. ഇവിടെയും 24 ചോദ്യങ്ങൾ തന്നെയാണ് അല്ലെ? 10 മാർക്കിന്റെ 1 മാർക്കിന്റെ 10 ചോദ്യങ്ങളും ഗണിതം 5 മാർക്കിന്റെ 2 ചോദ്യങ്ങളും ഇതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. പരിസര പാറ്റേൺ വരുന്നത്. ആൻഡ് LSS കിട്ടാൻ എത്ര മാർക്കാണ് കിട്ടേണ്ടത്? LSS കിട്ടാൻ എത്ര മാർക്കാണ് കിട്ടേണ്ടത് നമുക്ക് നോക്കാം. 60% മാർക്കാണ് കിട്ടുന്നത്. അതായത് നമ്മുടെ ടോട്ടൽ മാർക്ക് 80-ലാണ്, അറിയാലോ അല്ലെ? 80-ല് 60%, അതായത് 48% എന്ത് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ സോറി 48 മാർക്കാണ് എന്ത് നമുക്ക് വേണ്ടത്, അതായത് 60%. 60% മാർക്ക് എന്ന് പറഞ്ഞാൽ 80 മാർക്കില് നമുക്ക് 48 മാർക്ക് കിട്ടിയാൽ എന്തായി, LSS ക്വാളിഫൈ ചെയ്യും. സോ നമുക്ക് ഈ രൂപത്തിൽ നമ്മൾ 2 മാസം ടൈം ഓൾറെഡി ഉണ്ട്, 70+ ദിവസങ്ങളുണ്ട്. അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കിട്ടിക്കൂടെ? ഈസി ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മള് വെയിറ്റേജ് കൊടുക്കേണ്ട സബ്ജക്റ്റിനൊക്കെ വെയിറ്റേജ് കൊടുത്തിട്ട് ഈസിലി നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പ്ലാൻ നമ്മൾ വരുന്നതാണ്, റൈറ്റ്? അപ്പൊ നമ്മള് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ആൻഡ് ഡേറ്റ് നിങ്ങളെല്ലാം അപ്ലൈ ചെയ്യേണ്ടി വരിക. അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കൂളിൽ നിന്നാണ് ചെയ്യുക. അതൊക്കെ നമ്മൾ ഈ ഒരു ക്രിസ്മസ് എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ക്രിസ്മസ് എക്സാമിന് 30-ാം തീയതി മുതൽ 15-ാം തീയതി, നമ്മള് December 13th മുതൽ January 15th വരെയാണ് ഇതിന് ടൈം ഉണ്ടാവുക. അതൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അതിനെ കുറിച്ചൊന്നും നിങ്ങൾ കൂടുതൽ നിങ്ങള് അതിന് ക്വാളിഫൈഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു എക്സാം എഴുതാൻ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് എ ഗ്രേഡ് ഉണ്ടെങ്കിൽ നിങ്ങളെ സ്കൂളിൽ തന്നെ എന്ത് ചെയ്യും, അതൊന്നും നമ്മൾ നോക്കേണ്ട, സ്റ്റുഡൻസ് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് അടിപൊളിയായിട്ട് പഠിക്കുക, എ ഗ്രേഡ് വാങ്ങുക. അതേപോലെ തന്നെ എ ഗ്രേഡ് വാങ്ങിയവർക്കാണ് എന്ത് LSS എഴുതാൻ പറ്റുക. 4ാം ക്ലാസ്സിലുള്ള പഠിക്കുക. അതേപോലെ തന്നെ നമ്മള് ക്രിസ്മസ് എക്സാം അടിപൊളിയായിട്ട് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് LSS എഴുതാൻ പറ്റും. LSS കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് വരുന്നതാണ്. യെസ്, അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ പറയാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. യെസ്, സോ താങ്ക് യു, ബൈ.